പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി അതീവ രൂക്ഷമാകുന്നു. ഗൾഫ് മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെ തന്നെ യുഎഇക്കും ഖത്തറിനും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തിയതായി തന്നെയാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി ആക്രമണത്തെ പ്രതിരോധിച്ചതായി തന്നെ യുഎഇയുടെയും ഖത്തറിന്റെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. യുഎഇയും ഖത്തറിനും നേരെ ഉണ്ടായ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങി. പൊതുജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. ഇതിനിടെ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രമായി തന്നെ മാറുകയാണ്. കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നടപടികളുമായി തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നതിനെ തുടർന്നുകൊണ്ട് അമേരിക്ക ശക്തമായ സൈനിക തിരിച്ചടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി തന്നെ മൂന്നാം ഘട്ട സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതായി തന്നെ യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സമുദ്ര ഒരു ശേഷിയാകട്ടെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്നതാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനിലെ തന്ത്രപ്രധാന തുറമുഖ നഗരങ്ങളായ ബദർ അബ്ബാസിലും സിറിക്കിലും അവിടെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായി സ്ഫോടന ശബ്ദം കേട്ടതായി തന്നെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഈ ഒരു ആക്രമണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ആക്രമണത്തിന്റെ ഭാഗമാണ് എന്നതാണ് വിലയിരുത്തൽ. സംഘർഷത്തിൽ മറ്റൊരു ഗുരുതരമായ പ്രത്യാഘാതവും ഇതിനിടെ തന്നെ പുറത്തു വരുന്നുണ്ട്. സൈപ്രസ് പതാകയുമായി തന്നെ സഞ്ചരിക്കുന്ന ഒരു കണ്ടെയ്നർ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ ആക്രമണത്തിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായും ഒരു ജീവനക്കാരനെ കാണാതായും തന്നെ യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതോടുകൂടി തന്നെ നിർണായകമായ ഒരു ചോദ്യം ലോകത്തിന് മുന്നിൽ ഉയരുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ആരംഭിച്ച സംഘർഷം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു ആകാശത്തേക്കും വ്യാപിപ്പിക്കുകയാണോ എന്നതാണ് ചോദ്യം. യുഎഇ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ നേരിട്ട് സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ബഹുരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യവും ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തെ എണ്ണവില, ആഗോള വ്യാപാരം, അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യം എന്നിവയെ നേരിട്ട് ബാധിക്കാൻ ശേഷിയുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ അടക്കം അരങ്ങേറുന്നത്. അടുത്ത മണിക്കൂറിൽ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെയധികം നിർണായകമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.